പത്തനംതിട്ടയിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ കൂട്ടിയിടിച്ച 16 പേർക്ക് പരിക്ക്. പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സും തിരുവനന്തപുരത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് വരികയായിരുന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, എപ്പോഴായിരുന്നു സംഭവം? 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരിക്ക് ഗുരുതരമാണോ? മറ്റു വിവരങ്ങൾ? അഞ്ചന, ഇന്ന് 3:30 കൂടിയാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കെ.എസ്.ആർ.ടി.സി ബസ്സും അതുപോലെ തന്നെ മുണ്ടക്കയത്ത് നിന്ന് പത്തനംതിട്ടയ്ക്ക് വന്ന കെ.എസ്.ആർ.ടി.സി ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇതിൽ ബസ് ഡ്രൈവർമാരുടെ പരിക്കാണ് ഗുരുതരമായിട്ടുള്ള. ഇരുവരെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. ഇരുവർക്കും കാര്യമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊട്ടലും അതുപോലെ തന്നെ നടുവൊടിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിക്കുകളാണ് ഇപ്പോൾ പറ്റിയിരിക്കുന്നത്. ഇവരുടെ വിശദ പരിശോധനയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ ഡ്രൈവർമാരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനാണ്, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാറ്റാനാണ് ഇപ്പോൾ നിലവിലെ ഡോക്ടർമാരുടെ തീരുമാനം. 16 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആശുപത്രിയിൽ 35-ലധികം ആളുകളും ചികിത്സ തേടിയെത്തിയിട്ടുണ്ട്. ഇതിൽ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ബസിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് നിലവിൽ സംശയിക്കുന്നത്. ഏതായാലും ഈ ബസ് അല്പം വേഗതയിലായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നെത്തിയ വാഹനം, മുണ്ടക്കയത്ത് നിന്നെത്തിയ വാഹനം അത്ര ഒരു വേഗത്തിലല്ല. ഇതാണ് ഇറക്കമുള്ള സ്ഥലമായിരുന്നു. ആ ഒരു സ്ഥലത്ത് വെച്ചാണ് ഇരു ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. ഉടൻ തന്നെ ഇവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അഞ്ജന. ശരി, സുജു ടി ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.